Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay, Sanjina, good afternoon. Akshaya, good afternoon. Sanjina, HA16 ഉണ്ടായിരുന്നല്ലേ? Okay, Ajishna, good afternoon. Nimi, okay. Lindsay. അപ്പൊ നമ്മുടെ ഈ ബാച്ചില് ഏതൊക്കെ ബാച്ചിലെ കുട്ടികളുണ്ട്? ഓക്കെ, ശ്രീലക്ഷ്മി, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, HA14 ഉണ്ട്, HA15 and 16. ഇത്രയും ബാച്ചസിന്റെ കുട്ടികളല്ലേ ഉള്ളത്? ഓക്കെ, ശ്രീലക്ഷ്മി. ഓക്കെ, ആമിന, ഗുഡ് ആഫ്റ്റർനൂൺ. HA16 കുട്ടികളാണ് ശ്രീലക്ഷ്മി, HA15 അല്ലേ? ഓക്കെ, എനിക്ക് വന്ന് HA14 ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, HA14 ഞാൻ എടുത്തിട്ടില്ല. അവർക്ക് ചിലപ്പോ എന്നെ പരിചയം ഉണ്ടാവില്ല. ബാക്കി ഓക്കെ നിമ്മി. ഓക്കെ, ഓക്കെ ആവണി. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഒക്കെ HA16 എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ? എക്സാം കൊള്ളാം. ഓക്കെ, സഞ്ജന, എന്തായാലും വളരെ സന്തോഷം. കുറച്ച് പേരെങ്കിലും വീണ്ടും PG യിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കൃഷ്ണേന്ദ്ര. ഓക്കെ, ശരി. അപ്പൊ HA14 എന്നെ കണ്ടിട്ടുണ്ടാവില്ല. എന്റെ പേര് വന്ദന എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഈസി ആയിരുന്നു. ഓക്കെ 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 അപ്പൊ നമ്മള് PG യിലേക്ക് കടക്കുകയാണ് അല്ലെ? അപ്പൊ PG ഏതായാലും ഡിപ്ലോമ ഒക്കെ നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ PG യിലോട്ട് അങ്ങ് കാല് വെച്ചേക്കാണ് അല്ലെ? അപ്പൊ കുറച്ചൊരു ഇതുണ്ടാവും, കുറച്ചൊരു ടഫ് ഉണ്ടായിരിക്കും അല്ലെ? സ്വാഭാവികം അല്ലെ? സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ്. ഡിപ്ലോമയിൽ നമ്മൾ കണ്ട പോലെയുള്ള കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ PG യിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അങ്ങനെയൊന്നും ഒരു മുൻധാരണയൊന്നും വെച്ച് അതിനെ കാണേണ്ടത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ, അത് ബുദ്ധിമുട്ടായിരിക്കോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതിനുള്ള കഴിവും ഒക്കെ ഉള്ള കുട്ടികളാണ്. അപ്പോ നമുക്ക് തുടങ്ങാം. തുടങ്ങല്ലേ? എല്ലാവരും റെഡി ആണോ? നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഓക്കെ ആണ്. ശരി, റെഡിയാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ശരി, അൺമ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോ ഞാൻ എടുക്കുന്നത് മൊഡ്യൂള് 5, 6, 7 ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പൊ മൊഡ്യൂള് 5-നകത്തെ 5ാമത്തെ ചാപ്റ്റർ ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. 5th ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. HRM, the specimens of a interview panel കേട്ടോ. HRM, the specimens of a interview panel. ഈ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് അത്യാവശ്യം എല്ലാം വലിയ ചാപ്റ്ററുകളൊക്കെയാണ്. വളരെ കുറച്ച് ചാപ്റ്ററുകൾ മാത്രമാണ് ചെറിയ ചാപ്റ്ററുകളുള്ളൂ. മിക്കതും അത്യാവശ്യം വലിയ ചാപ്റ്ററുകളാണ് കേട്ടോ. അപ്പൊ കുറെയൊക്കെ നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ച കുറെ കാര്യങ്ങളിലേക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ അക്രഡിറ്റേഷൻ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അവിടെ നമ്മൾ ക്വാളിറ്റി അഷ്വറൻസ്, ക്വാളിറ്റി മാനേജ്മെന്റ്, അങ്ങനെ കുറെ ചാപ്റ്റേഴ്സുകളൊക്കെ നിങ്ങൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? JCA ഒക്കെ ഇല്ലേ? അതിന്റെയൊക്കെ കുറേയും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ഒരു PGക്കകത്ത് പഠിക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം വലിയ ചാപ്റ്ററുകളാണ്, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്, HRM, specimens of a interview panel. ഓക്കെ, HRM എന്ന് പറഞ്ഞാൽ എന്താണ്? HRM എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് അല്ലെ? നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചും ഏതൊരു ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വലിയ അവരുടെ അസറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സസ് ആണ് അല്ലെ? അവിടെ പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഏതൊരു ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ് ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നമ്മൾ ശരിയായ രീതിയിൽ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഓർഗനൈസേഷനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതാണ് HRM. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ HRM, അതായത് ഹ്യൂമൻ റിസോഴ്സ്, പ്രത്യേകിച്ച് നമ്മുടെ
ഹോസ്പിറ്റലുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇത് പഠിക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളത് പഠിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതും അവർക്ക് ഈ റിക്രൂട്ട്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കുറെ ഫോർമൽ ആയിട്ടുള്ള കുറെ പ്രൊസീജിയറുകളും പോളിസികളൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. അതുപോലെ ഓരോന്നിന്റെയൊക്കെ ഫോമുകള്, ആ ഫോമിന്റെ പാറ്റേണുകള്, അതുപോലെ തന്നെ നമ്മൾ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയോ? ഐഡിയ കിട്ടിയോ? ഓക്കെ, അപ്പൊ നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ചിലപ്പോ ആദ്യം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് നോക്കാം. An administrator of a hospital is handicapped without having the charge of human resources. Another fact about administration is that until and unless the general administration and human resources go hand in hand, the administration cannot prove to be successful. We can witness the same professional dispute in the case of medical administration dealing with the technical persons and general administration dealing with the non-medical staff members. A general administrator ought to have control over the entire human resource to get a full-fledged control over the hospital irrespective of its status. അപ്പോ അത് ഞാനൊരു കാര്യം പറയുന്നത് വായിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് വലിയൊരു ഐഡിയ ഒന്നും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. ഓക്കെ, നമ്മൾ PG പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പോയിന്റ് വൈസ് ആയിട്ടൊന്നും ഇവിടെ പഠിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? PG പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി പോകും. നമുക്ക് ഓരോ സെന്റൻസ് വായിച്ച് നമ്മൾ അതിന്റെ മീനിങ് മനസ്സിലാക്കുന്നതിനേക്കാളും നല്ലത് അവിടെ എന്താണ് കൺസെപ്റ്റ്, എന്ത് കൺസെപ്റ്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കുക. ആ കൺസെപ്റ്റ് നമ്മൾ എപ്പോഴും ക്ലിയർ ചെയ്ത് പോകുക. ഒരുപാട് കാര്യം വരച്ച് എഴുതിയിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് നമ്മൾക്ക് എന്താണോ വേണ്ടത്, നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ആ കൺസെപ്റ്റ് മാത്രം നമ്മൾ മനസ്സിലാക്കി പോകുക. അപ്പൊ ആ രീതിയിലാണ് നമുക്ക് PG പഠിക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ഈ വായിച്ച ഫസ്റ്റ് പാരഗ്രാഫില് ശരിക്കും എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലായോ? അതായത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ആ ഒരു പാരഗ്രാഫിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതിനെ പറ്റിയിട്ടാണ് ആ ഒരു പാരഗ്രാഫിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഈസ് ഇൻഇഫക്റ്റീവ് ഓർ ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് ഹാവിംഗ് എ കൺട്രോൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അതായത് നമ്മൾ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സസില് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവിടെ പ്രവർത്തിക്കുന്ന എംപ്ലോയീസ്, അവിടെ പ്രവർത്തിക്കുന്ന ആളുകള്, അവരെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. അവരെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ ശരിയായ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ മനസ്സിലായോ പറഞ്ഞ കാര്യം? അതാണ് അവിടെ പറഞ്ഞത്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഈസ് ഇൻഎഫക്റ്റീവ് ഓർ ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് ഹാവിംഗ് എ കൺട്രോൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. നമ്മൾ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് അവിടെ പ്രവർത്തിക്കുന്ന ആളുകളെ നമ്മൾ ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്തിരിക്കും. ഒരു സ്റ്റാഫ്, ഒരു പ്രോപ്പർ സ്റ്റാഫ് മാനേജ്മെന്റ് ഇല്ലാതെ ഒരിക്കലും ഒരു അഡ്മിനിസ്ട്രേറ്റീവിന് എന്ത് ചെയ്യാൻ പറ്റില്ല, എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും രണ്ടും ഒരുപോലെ മുന്നോട്ട് പോകണം. ഓക്കെ, രണ്ടും ഒരുപോലെ മുന്നോട്ട് പോകണം. രണ്ട് വഴിക്കല്ല പോകേണ്ടത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നല്ല രീതിയിൽ ഇഫക്റ്റീവ് ആവണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം, ഒരു പ്രോപ്പർ സ്റ്റാഫ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. ഇത് രണ്ടും, അതായത് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളും ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും രണ്ടും ഒരുപോലെയാണ് മുന്നോട്ട് പോകേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഓർഗനൈസേഷനെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ. മനസ്സിലായല്ലോ? ആ ഒരു കാര്യമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വേറെ ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി നമുക്കതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ.
നോക്കാം. An administrator of a hospital is handicapped without having the charge of human resources. കണ്ടോ, ഒരു ഹ്യൂമൻ റിസോഴ്സസിൽ ഒരു പ്രോപ്പർ കൺട്രോൾ ഇല്ലാതെ, പ്രോപ്പർ സ്റ്റാഫ് മാനേജ്മെന്റ് ഇല്ലാതെ ഒരിക്കലും ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് ഇഫക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. Another fact about administration is that until and unless the general administration and human resources go hand in hand, the administration cannot prove to be successful. കണ്ടോ, അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന സ്റ്റാഫ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും രണ്ടും ഒരുപോലെ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ നമുക്കൊരു ഹോസ്പിറ്റലിനെ റൺ ചെയ്യണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ മുന്നോട്ട് പോകണം. ഓക്കെ, ഇനി നോക്കാം. We can witness the same professional dispute in the case of medical administration dealing with the technical persons and general administration dealing with the non-medical staff members. അതായത് രണ്ട് ടൈപ്പ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. രണ്ട് ടൈപ്പ് എന്നല്ല, നമ്മൾ അഡ്മിനിസ്ട്രേഷൻ പറയുമ്പോൾ അതിനകത്ത് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. നമ്മളൊരു ഹോസ്പിറ്റലിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, മറ്റു ഓർഗനൈസേഷനെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട. നമ്മൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ അവിടെ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷനും ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ അഡ്മിനിസ്ട്രേഷനും ഉണ്ട് അല്ലെ. ഈ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഡീലിംഗ് വിത്ത് ടെക്നിക്കൽ പേഴ്സൺസ് ആണ്. ദാറ്റ് മീൻസ് മെഡിക്കൽ സ്റ്റാഫുകളെ ഹാൻഡിൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ ആണ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ. ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് അനുബന്ധ മെഡിക്കൽ ജീവനക്കാര് അവരെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഡീലിംഗ് വിത്ത് നോൺ മെഡിക്കൽ സ്റ്റാഫ് അല്ലെ. നോൺ മെഡിക്കൽ സ്റ്റാഫുകളുമായി കൈകാര്യം ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മൾ ജനറൽ അഡ്മിനിസ്ട്രേഷൻ. ദാറ്റ് മീൻസ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളൊക്കെ ചെയ്യുന്നത്. ഈ രണ്ട് അഡ്മിനിസ്ട്രേഷനും ഒരുപോലെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമല്ലേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏറ്റവും സ്മൂത്ത് ആയിട്ട് പോകുള്ളൂ. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഒരു വഴിക്ക് പോയി, മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ വേറൊരു വഴിക്ക് പോയി, അപ്പൊ എന്തായിരിക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ അവസ്ഥ? അത് നന്നായിട്ട് മുന്നോട്ട് പോകുമോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ജനറൽ അഡ്മിനിസ്ട്രേഷനും മെഡിക്കൽ അഡ്മിനിസ്ട്രേഷനും എങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകുമോ അത്രത്തോളം സക്സസ്ഫുൾ ആയിരിക്കും ആ ഒരു ഹോസ്പിറ്റൽ. എന്നതുപോലെ തന്നെയാണ് എന്ത് നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ഒരുപോലെ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമാണ് ആ ഒരു ഹോസ്പിറ്റലിനെ നമുക്ക് ഏറ്റവും സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ കൂടുതൽ പ്രാധാന്യം വരുന്നത് ആർക്കായിരിക്കും? ജനറൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും അല്ലെ. അപ്പൊ നോക്കിയേ, എ ജനറൽ അഡ്മിനിസ്ട്രേറ്റർ ought to have a control over the entire human resource to get a full-fledged control over the hospital irrespective of its status. നമുക്കൊരു ഹോസ്പിറ്റലിനെ അതിന്റെ മറ്റുള്ള സ്റ്റാറ്റസുകളൊന്നും കൺസിഡർ ചെയ്യാതെ ഒരു ഹോസ്പിറ്റലിനെ നമുക്കൊരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള രീതിയിൽ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസിൽ നമുക്കൊരു പ്രോപ്പർ കൺട്രോള് ഉണ്ടായിരിക്കണം. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഇസ് ഇൻഎഫക്റ്റീവ് ഓർ ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് ഹാവിംഗ് എ കൺട്രോൾ ഓവർ ഹ്യൂമൻ റിസോഴ്സസ്. ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. രണ്ടും ഒരുപോലെ മുന്നോട്ട് പോകണം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡീലിംഗ് വിത്ത് നോൺ മെഡിക്കൽ സ്റ്റാഫുകളാണെങ്കിൽ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഡീലിംഗ് വിത്ത് മെഡിക്കൽ സ്റ്റാഫ്. ഈ ഇത്രയും മൂന്ന് കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എസെൻഷ്യൽ ആണ്, ഇറ്റ് ഈസ് ക്രൂഷ്യൽ ആണ് ഫോർ ദ സക്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ക്ലിയർ ആയല്ലോ? ഇനി ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. An administrator of a hospital is handicapped without having the charge of human resources. Another fact about administration is that until and unless the general administration and human resources go hand in hand, the administration cannot prove to be successful. രണ്ടും ഒരുമിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓർഗനൈസേഷനെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഓക്കെ, we can witness the same professional dispute in the case of medical administration dealing with the technical persons and general administration dealing with the non-medical staff members.
A general administrator ought to have a control over the entire human resources to get a full-fledged control over the hospital, irrespective of its status. Okay, കിട്ടിയോ നിങ്ങൾക്ക്? മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ആ ഒരു പാരഗ്രാഫ് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കി, ഒരു ഐഡിയ കിട്ടിയോ നോക്കി. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ, ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ അഡ്മിനിസ്ട്രേഷനും അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും നല്ല രീതിയിൽ ഒരുമിച്ച് പോകണം. ഒരുമിച്ച് പോയെങ്കിൽ മാത്രമാണ് നമുക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് സാധിക്കുള്ളൂ. രണ്ട് വഴിക്ക് ആവരുത്. ഓക്കെ, വായിച്ചു നോക്കൂ കേട്ടോ. എനിക്ക് വരാവേ, കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, ഓക്കെ, ക്ലിയർ ആയോ? ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ആരാണ് ഹ്യൂമൻ റിസോഴ്സസ്. അത് നമുക്കറിയാം. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ പ്രവർത്തിക്കുന്ന ആളുകളാണ് അല്ലെ, അവിടെ പ്രവർത്തിക്കുന്ന എംപ്ലോയീസിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഹ്യൂമൻ റിസോഴ്സസ് ഈസ് ദ സെറ്റ് ഓഫ് പീപ്പിൾ who make up the workforce of an organization, business sector or industry or economy. Workforce എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. The people who contribute their skill, knowledge and effort to achieve the organizational goals. അല്ലെ, നമ്മളൊരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ അവരുടെ സ്കില്ലും അവരുടെ നോളജും അവരുടെ എഫർട്ടും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സസ് അഥവാ അവിടുത്തെ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് അവരാണ് അല്ലെ. അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഓർഗനൈസേഷണൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സ്കില്ലും നോളജും എഫർട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. And human resources is the set of people who make up the workforce of an organization, business sector, industry or economy. അല്ലെ, നമ്മൾ ഈ പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് സെക്ടർ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി അല്ലെ, അതില് ഈ പറയുന്ന സ്കില്ലും ഈ പറയുന്ന അവിടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് അല്ലെ. ആ ആളുകൾ എന്ന് പറഞ്ഞാൽ അവരവരുടെ സ്കില്ലും നോളജും എഫർട്ടും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ. അവരെയാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, നാരോവർ കൺസെപ്റ്റ് ഈസ് ഹ്യൂമൻ ക്യാപിറ്റൽ. കുറച്ചും കൂടെ പറയാം, നമുക്ക് പല പേരുകളും പറയാം. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ, മനുഷ്യ മൂലധനം എന്ന് വേണമെങ്കിൽ അവരെ വിശേഷിപ്പിക്കാം. ശരിയല്ലേ? അവരവരുടെ സ്കില്ലും നോളജും എഫർട്ടൊക്കെ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നോ അതിനനുസരിച്ച് കൊണ്ടാണ് ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ അത് ശരിക്കും എന്താണ്? ഒരു അസറ്റ് ആണ്, ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ ആണ് അല്ലെ. എന്താണ്? the knowledge and the skills which the individuals come. And similar terms include മറ്റേതൊക്കെ പേരുകൾ നമുക്ക് പറയാം? മാൻ പവർ എന്ന് പറയാം, ലേബർ എന്ന് പറയാം, പേഴ്സണൽ എന്ന് പറയാം, അസോസിയേറ്റ്സ് എന്ന് പറയാം, സിംപ്ലി നമുക്ക് എന്ത് പറയാം? പീപ്പിൾ എന്നും പറയാം. ഇപ്പൊ പല പേരുകൾ കിട്ടി അല്ലെ. ഹ്യൂമൻ റിസോഴ്സസ്, ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ മാൻ പവർ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്താണ്? അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് ആണ് അല്ലെ. അതുപോലെ ലേബർ അല്ലെ, ലേബേഴ്സ്, അതുപോലെ പേഴ്സണൽ അല്ലെ, അസോസിയേറ്റ്സ്, പീപ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്രയും കാര്യങ്ങള്? ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ ആണ് കേട്ടോ. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ? എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? അതായത് നമ്മളൊരു ഓർഗനൈസേഷനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസികളും അതുപോലെ തന്നെ പ്രൊസീജിയറുകളും മറ്റു പല പ്രാക്ടീസസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു ഗൈഡാണ് എന്ത്? ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്ന് പറയുന്നത്.
മനസ്സിലായോ? ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്ന് പറഞ്ഞാൽ അതൊരു ഗൈഡാണ്. എന്ത് ഗൈഡാണ് അത്? ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റിസോഴ്സസിനെ ഏറ്റവും നല്ല രീതിയിൽ അവരെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഈ പറയുന്ന പോളിസികളും പ്രൊസീജിയറുകളും മറ്റു പ്രാക്ടീസസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു ഗൈഡാണ് ഇത് ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു റെഫറൻസ് ഗൈഡ് ആയിട്ടാണ് നമ്മൾ എന്തിനെ കണക്കാക്കുന്നത്? ഹ്യൂമൻ റിസോഴ്സ് മാനുവലിനെ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. ഹ്യൂമൻ റിസോഴ്സസ് മാനുവൽ which is considered as the base document that will contain clear-cut rules, regulations of all HR activities inside the hospital, which can be categorized as follows. അപ്പൊ നമ്മൾ ഇതിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ സംഭവം മനസ്സിലായല്ലോ. ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്ന് പറഞ്ഞാൽ ഒരു ഗൈഡാണ്. അതൊരു ഓർഗനൈസേഷനിലെ ഈ പറയുന്ന വർക്ക് ഫോഴ്സ് അതിനെ നമ്മുടെ മാനേജ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന, മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പോളിസികളും പ്രൊസീജിയറുകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗൈഡാണ് ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്ന് പറയുന്നത്. അത് HR റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു റെഫറൻസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ തീർച്ചയായിട്ടും അതൊരു ഗൈഡാണ്. അപ്പൊ അതിന്റെ ഒരു ഇൻഡെക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു മാനുവലിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമുക്ക് ഒരുപാട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 34 എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങളോട് ഇത് എന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല, എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ആദ്യം എന്താണ്? ഇൻട്രൊഡക്ഷൻ ആണ്. ഏതൊരു ഗൈഡ് എടുത്താലും ബുക്ക് എടുത്താലും അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും അല്ലെ? ഓക്കെ, ഈ ഒരു മാനുവലിന് എന്തുണ്ട്? ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? ഇറ്റ് ഇസ് എൻ ഓവർവ്യൂ അല്ലെ? ഓവർവ്യൂ ആൻഡ് പർപ്പസ് ഓഫ് HR മാനുവൽ അല്ലെ? ആ ഒരു HR മാനുവലിനെ പറ്റിയിട്ടുള്ളൊരു അവലോകനം അല്ലെ? അതിന്റെ ഉദ്ദേശം അല്ലെ? ദാറ്റ് മീൻസ് ഓവറോൾ ആൻഡ് എന്താണ്? ഓവർവ്യൂ ആൻഡ് പർപ്പസ് ഓഫ് HR മാനുവൽ അല്ലെ? HR മാനുവലിന്റെ ആ ഒരു ഓവറോൾ ആയിട്ടുള്ള അതിന്റെ ഒരു അതിനെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ, അതുപോലെ തന്നെ അതിന്റെ പർപ്പസ് എന്താണ്, അതാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ അകത്ത് ഉൾപ്പെടുത്തുന്നത്. ഇൻട്രൊഡക്ഷൻ അത്രയേ ഉള്ളൂ കേട്ടോ. ഓവർവ്യൂ ആൻഡ് പർപ്പസ് ഓഫ് HR മാനുവൽ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? എയിംസ് ഓഫ് HR. എയിംസ് ഓഫ് HR എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പറയുന്ന ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് HR ഡിപ്പാർട്ട്മെന്റ് അല്ലെ? നമ്മൾ ഈ പറയുന്ന HR ഡിപ്പാർട്ട്മെന്റിന്റെ എന്താണ്? ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അല്ലെ? അവരുടെ ലക്ഷ്യങ്ങള് അല്ലെ? അതാണ് എന്ത്? എയിംസ് എന്ന് പറയുന്നത്. എയിംസ് ഓഫ് HR എന്ന് പറയുമ്പോൾ എന്താണ്? That means goals and objectives of HR department, human resource department. Okay. Then മൂന്നാമത് എന്താണ് വരുന്നത്? വിഷൻ ആൻഡ് മിഷൻ. വിഷൻ ആൻഡ് മിഷൻ. That means എന്താണ്? ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ വിഷൻ ആൻഡ് മിഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഏതൊരു ഓർഗനൈസേഷനും, നമ്മുടെ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഏതൊരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, എന്ത് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവർക്ക് അവരുടേതായ ഒരു മിഷൻ ഒക്കെ ഉണ്ടായിരിക്കും, അവരുടേതായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ എന്താണ് വിഷൻ ആൻഡ് മിഷൻ എന്ന് പറയുമ്പോൾ വിഷൻ ആൻഡ് മിഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് എൻ ഓർഗനൈസേഷണൽ എന്താണ്? ഓർഗനൈസേഷൻ അല്ലെ? ഒരു ഓർഗനൈസേഷൻ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആണ് അവിടെ പറയുന്നത്. അവരുടെ വിഷൻ എന്താണ്, എന്താണ് അവര് അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതായിരിക്കും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ക്വാളിറ്റി പോളിസീസ് ആണ്. ക്വാളിറ്റി പോളിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എൻ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ടു ക്വാളിറ്റി ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ലെ? അതായത് ആ ഒരു ഓർഗനൈസേഷന്, നമ്മുടെ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലാണ് അല്ലെ? ആ ഒരു ഹോസ്പിറ്റലിന് ഈ പറയുന്ന ക്വാളിറ്റി അല്ലെ, ഏറ്റവും ക്വാളിറ്റി ഉള്ള സേവനങ്ങൾ കൊടുക്കണം, അതുപോലെ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തണം. അതിനോടുള്ള ആ ഒരു ഓർഗനൈസേഷന്റെ കമ്മിറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഓർഗനൈസേഷന്റെ എന്താണ്? കമ്മിറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് അല്ലെ? ക്വാളിറ്റി പോളിസി എന്ന് പറഞ്ഞാൽ അതാണ്. It is an organization commitment to quality and customer satisfaction. അതായത് നമ്മൾ രോഗികൾക്ക് കൊടുക്കുന്ന സേവനങ്ങളുടെ ഒരു ക്വാളിറ്റിയിലും അതിലൂടെ നമ്മുടെ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷനിലുള്ള ഒരു ഓർഗനൈസേഷന്റെ കമ്മിറ്റ്മെന്റ്, അതാണ് നമ്മൾ അവിടെ പറയുന്നത്. ഓക്കെ, അഞ്ചാമത്തെ എന്താണ്? സർട്ടിഫിക്കേഷൻസ് ആണ് അല്ലെ? ദാറ്റ് മീൻസ് എന്താണ്?
It is the documents, it is the information on certificates that is held by the organization or employees. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻസ് ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ എംപ്ലോയീസിന് അവർക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളായിരിക്കും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഓർഗനൈസേഷനിൽ ജോലിക്ക് കയറുമ്പോൾ ആ ഒരു എംപ്ലോയിയുടെ ഇങ്ങനെ ഹ്യൂമൻ റിസോഴ്സ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ആദ്യത്തെ അഞ്ചെണ്ണം മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ, ബോറടിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ ബോറിംഗ് ആയിരിക്കും കേട്ടോ. അപ്പൊ എന്താണ് ഇൻട്രൊഡക്ഷനിൽ എന്താ പറഞ്ഞത്? an overview and purpose of HR manual. പിന്നെ aims of HR എന്താണ്? goals and objectives of HR department. അല്ലേ? പിന്നെ vision and mission എന്ന് പറയുമ്പോൾ എന്താണ്? vision and mission statements of organization. ആ ഒരു ഓർഗനൈസേഷന്റെ എന്താണ് ലക്ഷ്യങ്ങൾ അല്ലെ? പിന്നെ ക്വാളിറ്റി പോളിസി എന്ന് പറയുമ്പോൾ എന്താണ്? an organization's commitment to quality and customer satisfaction. അല്ലെ? പിന്നെ എന്താണ്? certification, that means informations on certifications that is held by the organization or employees. അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഇനി അടുത്തത് നോക്കാം നമുക്ക്. നെക്സ്റ്റ് എന്താണ്? അഷ്വറൻസ് ആണ് അല്ലെ? അഷ്വറൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ? ക്വാളിറ്റി അഷ്വറൻസ് പ്രോസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലെ? നമ്മൾ രോഗികൾക്ക് കൊടുക്കുന്ന സേവനങ്ങളിലെ ക്വാളിറ്റി ഉറപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പോളിസികളും പ്രൊസീജിയറുകളും അല്ലെ? ക്വാളിറ്റി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലെ? അതാണ് എന്തിൽ വരുന്നത്? അഷ്വറൻസിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ഇന്റന്റ് ഫോർ ദ ടാലന്റ് അക്വിസിഷൻ. ഇന്റന്റ് ഫോർ ദ ടാലന്റ് അക്വിസിഷൻ. ഇന്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്വസ്റ്റ് ആണ് അല്ലെ? അതായത് റിക്വസ്റ്റ് ഫോർ ഹയറിംഗ് ദ ന്യൂ എംപ്ലോയീസ് അല്ലെ? നമ്മൾ പുതിയ എംപ്ലോയീസിനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇന്റന്റ് റിക്വസ്റ്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇന്റന്റ് ഫോർ ടാലന്റ് അക്വിസിഷൻ, ദാറ്റ് മീൻസ് എന്താണ്? റിക്വസ്റ്റ് ഫോർ ഹയറിംഗ് ദ എംപ്ലോയീസ് അല്ലെ? എംപ്ലോയീസിനെ നമ്മൾ ഹയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് നമ്മൾ കൊടുക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ അതിന്റെ ഫോമും മോഡലൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. ക്ലിയർ? അടുത്തത് എന്താണ്? ആപ്ലിക്കേഷൻ ഫോം ഫോർ ഇൻഡക്ഷൻ. ആപ്ലിക്കേഷൻ ഫോം ഫോർ ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഇറ്റ് ഈസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് എംപ്ലോയീസ്, ന്യൂ എംപ്ലോയീസ് ടു എൻ ഓർഗനൈസേഷൻ. നമ്മളൊരു ഓർഗനൈസേഷനിലേക്ക് ഒരു പുതിയ എംപ്ലോയീസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ആപ്ലിക്കേഷൻ ഫോം ഫോർ ഇൻഡക്ഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ഫോം അല്ലെ? ഇറ്റ് ഈസ് ദ ഫോം ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ന്യൂ എംപ്ലോയീസ് ടു ബി ഫിൽഡ് ഔട്ട് അല്ലെ? ഡ്യൂറിംഗ് ദ ഇൻഡക്ഷൻ പ്രോസസ്. അതായത് നമ്മളൊരു എംപ്ലോയിനെ ഒരു ഓർഗനൈസേഷനിലേക്ക് കയറ്റുന്ന സമയത്ത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് ഫില്ല് ചെയ്യേണ്ട ഒരു ഫോമാണ് കേട്ടോ. അതാണ് ആപ്ലിക്കേഷൻ ഫോം ഫോർ ഇൻഡക്ഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ഫോം ടു ബി ഫിൽഡ് ബൈ ദ എംപ്ലോയീസ് when during their induction process. അതായത് അവരൊരു പുതിയൊരു ഓർഗനൈസേഷനിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവര് ഫില്ല് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ ഫോം ആണത്. ഓക്കെ, അടുത്തത് എന്താണ്? ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം. എന്താണ് ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് ദ ഫോം ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ കാൻഡിഡേറ്റ്സ് ഡ്യൂറിംഗ് ഇന്റർവ്യൂ അല്ലെ? നമ്മൾ കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവരെ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോമാണിത് ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം എന്ന് പറയുന്നത്. പേരിൽ തന്നെ മനസ്സിലാവില്ലേ? ഇറ്റ് ഈസ് ദ ഫോം ദാറ്റ് ഈസ് യൂസ്ഡ് ടു അസസ് എൻ കാൻഡിഡേറ്റ് ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂ പ്രോസസ് അല്ലെ? ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോമാണ് കേട്ടോ. ഇതിന്റെ ഓക്കെ, അതാണ് എന്ത്? അപ്ലിക്കേഷൻ ഫോം ഫോർ ഇൻഡക്ഷൻ സോറി ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം. അടുത്തത് എന്താണ്? ചെക്ക് ലിസ്റ്റ് ഫോർ സർട്ടിഫിക്കറ്റ്സ് അല്ലെ? ചെക്ക് ലിസ്റ്റ് ഫോർ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ലിസ്റ്റ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ദാറ്റ് ഈസ് നെസസറി ഫോർ ദ എംപ്ലോയ്മെന്റ് ഓർ അതർ പർപ്പസ് അല്ലെ? നമ്മളിപ്പോ ഒരു ജോലിയിലേക്ക് കയറുന്ന സമയത്ത് നമ്മളോട് ക്വാളിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊണ്ടുവരാൻ ആവശ്യപ്പെടും അല്ലെ? മറ്റു പല കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സർട്ടിഫിക്കേഷൻ ആവശ്യപ്പെടും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതാണ് ചെക്ക് ലിസ്റ്റ് ഫോർ സർട്ടിഫിക്കറ്റ്സ്. ദാറ്റ് മീൻസ്
list of certificates that is necessary for the employment or other purpose. Okay. ഇത്രയും മനസ്സിലായോ? ആദ്യത്തെ 10 നോക്കിയാണോ നിങ്ങൾക്ക്? മനസ്സിലായോ? ഓരോന്ന് എന്തായിരിക്കും, എന്താണ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? ആപ്ലിക്കേഷൻ ഫോം കഴിഞ്ഞു, ചെക്ക് ലിസ്റ്റ് കഴിഞ്ഞു. ഇനി നോക്കിയേ, അടുത്തത് എന്താണ്? പാനൽ ഓഫ് ഇന്റർവ്യൂ ബോർഡ് കേട്ടോ. പാനൽ ഓഫ് ഇന്റർവ്യൂ ബോർഡ് എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂ പാനലില് ആരൊക്കെ ആയിരിക്കണം അതിനെ സംബന്ധിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അതായത് ലിസ്റ്റ് ഓഫ് പീപ്പിൾ ഹു വിൽ കണ്ടക്ട് ആൻ ഇന്റർവ്യൂ. ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യേണ്ട ആളുകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കാം. അതിനൊക്കെ അതിൻ്റെതായ ചില ക്രൈറ്റീരിയസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ പാനൽ ഓഫ് ഇന്റർവ്യൂ ബോർഡ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് പീപ്പിൾ ഹു വിൽ കണ്ടക്ട് ആൻ ഇന്റർവ്യൂ. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന ആളുകളുടെ ലിസ്റ്റ് ആണ്. ഓക്കെ. അടുത്തത് എന്താണ്? ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ്. ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫോർമൽ ഓഫർ ഓഫ് എൻ എംപ്ലോയ്മെന്റ് ടു എ കാൻഡിഡേറ്റ്. അല്ലെ, നമ്മളൊരു കാൻഡിഡേറ്റിന് എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട്, ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെ ഔപചാരികമായിട്ടുള്ള രീതിയിൽ ഒരു ഫോം ആണ് അല്ലെ. അതാണ് എന്ത്? ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് അല്ലെ. ദാറ്റ് ഈസ് ദ ഫോർമൽ ഓഫർ ആണ് അല്ലെ. ഫോർമൽ ഓഫർ ഓഫ് എൻ എംപ്ലോയ്മെന്റ് ടു എ കാൻഡിഡേറ്റ്. നമ്മളൊരു കാൻഡിഡേറ്റിന് അവരുടെ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഫോർമൽ ഓഫർ ആണ് അല്ലെ. അതാണ് ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ്. ഓക്കെ. ദെൻ അടുത്തത് എന്താണ്? അപ്പോയിന്റ്മെന്റ് ഓർഡർ. അപ്പോയിന്റ്മെന്റ് ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ദ ഡോക്യുമെന്റ് ദാറ്റ് കൺഫേമിംഗ് ദ കാൻഡിഡേറ്റ്സ് എംപ്ലോയ്മെന്റ് അല്ലെ. അവരുടെ ജോലി, അവരുടെ ആ ഒരു അപ്പോയിന്റ്മെന്റ് കൺഫേം ചെയ്യുന്നതിനുള്ള ഓർഡർ ആണ് അല്ലെ. ഇറ്റ് ഇസ് എ ഡോക്യുമെന്റ് ദാറ്റ് കൺഫേമിംഗ് ദ അപ്പോയിന്റ്മെന്റ് ഓഫ് എൻ എംപ്ലോയി. എംപ്ലോയിയുടെ അപ്പോയിന്റ്മെന്റ് കൺഫേം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുന്ന ഓർഡർ ആണ് അപ്പോയിന്റ്മെന്റ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് എന്താണ്? ജോയിനിങ് ഓർഡർ ആണ് അല്ലെ. ജോയിനിങ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ്? ദ ഡോക്യുമെന്റ് ദാറ്റ് കൺഫേമിംഗ് ദ ജോയിനിങ് ഡേറ്റ് ഓഫ് എൻ എംപ്ലോയി അല്ലെ. ഒരു എംപ്ലോയി അവരൊരു പുതിയൊരു ജോലിയിലേക്ക് അവർ പ്രവേശിക്കുകയാണ്, ജോയിൻ ചെയ്യാണ് അല്ലെ. ആ ജോയിനിങ് ഡേറ്റ് കൺഫേം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർഡർ ആണ് അല്ലെ. ജോയിനിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ഡോക്യുമെന്റ് ദാറ്റ് കൺഫേമിംഗ് ദ ജോയിനിങ് ഡേറ്റ് ഓഫ് എൻ എംപ്ലോയ്മെന്റ്. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് ജോയിനിങ് ഓർഡർ. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഇസ് എ ഡോക്യുമെന്റ് ദാറ്റ് ഡീറ്റെയിലിംഗ് ദ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എൻ എംപ്ലോയി അല്ലെ. ഒരു എംപ്ലോയിയുടെ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങള്, അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇറ്റ് ഇസ് എ ഡീറ്റെയിൽ അല്ലെ. ഇറ്റ് ഇസ് എ ഡോക്യുമെന്റ് that detailing the duties and responsibilities of an employee. Okay, clear ആയോ? ഇതുവരെയും ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ ചെക്ക് ലിസ്റ്റ് ഓഫ് സർട്ടിഫിക്കറ്റ് എന്താണ്? ലിസ്റ്റ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ആണ് കേട്ടോ. ദാറ്റ് ഫോർ ദ എംപ്ലോയ്മെന്റ് ഓർ അതർ പർപ്പസ്. Okay, then panel of interview board means it is the list of people who will conduct an interview. Offer of appointment, which is a formal offer of an appointment, right? Formal offer of an employment to a candidate. Okay. Appointment order means it is the document that confirming the employee's appointment. Right? Then joining order it is a document that confirming the joining date of an employee. Job description means it is a document that detailing the duties and responsibilities of an employee. Okay, clear. Next ഇതൊക്കെയാണ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ജോബ് കൺഫർമേഷൻ ലെറ്റർ ആണ്. ജോബ് കൺഫർമേഷൻ ലെറ്റർ എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. ഇറ്റ് ഇസ് ദ ലെറ്റർ ദാറ്റ് കൺഫേമിംഗ് ദ എന്താണ്? എംപ്ലോയീസ് ജോബ്. അവരുടെ ആ ജോലി കൺഫേം ചെയ്തുകൊണ്ടുള്ള ഒരു കൺഫർമേഷൻ ലെറ്റർ. അതൊരു ഫോർമൽ ലെറ്റർ ആണ് കേട്ടോ. ഇറ്റ്സ് എ കൺഫർമേഷൻ ലെറ്റർ ആണ്. ലെറ്റർ ദാറ്റ് കൺഫേമിംഗ് ദ എംപ്ലോയീസ്, അതായത് എംപ്ലോയ്മെന്റ് അല്ലെ, കാൻഡിഡേറ്റിന്റെ ആ ഒരു ജോലി അത് കൺഫേം ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്റർ ആണ് അല്ലെ, ജോബ് കൺഫർമേഷൻ ലെറ്റർ. ഓക്കെ. അടുത്തത് എന്താണ്? ഇൻസിഡന്റ് റിപ്പോർട്ടിംഗ് ഓർ ഡിപ്പാർട്ട്മെന്റൽ ഇൻക്വയറി ഫോം. ഇതാണ് ഇൻസിഡന്റ് റിപ്പോർട്ടിംഗ് ഓർ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി ഫോം എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ ഫോം ദാറ്റ് ഈസ് യൂസ്ഡ് ടു റിപ്പോർട്ട് ദ ഇൻസിഡൻസ്. അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന എന്തെങ്കിലും എൻക്വയറിയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങള് എന്താണ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോമാണ്. ഓക്കെ, ഇറ്റ് ഇസ് ദ ഫോം ദാറ്റ് ഈസ് യൂസ്ഡ് ടു റിപ്പോർട്ട് ദ ഇൻസിഡൻസ്
or conducting the departmental enquiries. നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റ് സംബന്ധമായിട്ടുള്ള എൻക്വയറീസ് കണ്ടക്ട് ചെയ്യുന്നതിനും അതുപോലെ ഇൻസിഡൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നതിനുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോമാണ് അല്ലെ. ഇതാണ് ഇൻസിഡന്റ് റിപ്പോർട്ടിംഗ് ഓർ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി ഫോം. ഓക്കെ, അടുത്തത് എന്താണ്? HR അപ്രൈസൽ ആണ്. HR അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ്. ഒരാൾ ജോലിക്ക് കയറി, അയാളുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മുടെ HR അപ്രൈസൽ എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ്. ദാറ്റ് ഈസ് കോൾഡ് HR അപ്രൈസൽ. ഓക്കെ, അടുത്തതാണ് പ്രൊബേഷൻ എക്സ്റ്റൻഷൻ ഫോം. ആ പേരിൽ തന്നെ നമുക്കറിയാം പ്രൊബേഷണറി പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെയിനിങ് പീരീഡ് ആണ് അല്ലെ. അപ്പൊ പ്രൊബേഷൻ എക്സ്റ്റൻഷൻ ഫോം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ ഫോം ദാറ്റ് ഈസ് യൂസ്ഡ് ടു, ദാറ്റ്സ് എ ഫോം ദാറ്റ് റിക്വസ്റ്റിംഗ് ടു എക്സ്റ്റെൻഡ് ദ പ്രൊബേഷണറി പീരീഡ് ഓഫ് എൻ എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ പ്രൊബേഷണറി പീരീഡ് അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നീട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഫോമാണ് പ്രൊബേഷൻ എക്സ്റ്റൻഷൻ ഫോം. നമ്മളൊരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഓടിപ്പോയി നമുക്ക് ചിലപ്പോൾ ജോലി ചെയ്യാനാവില്ല. നമുക്ക് ആദ്യം ഒരു പ്രൊബേഷണറി പീരീഡ് ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ അത് 6 മാസം ആവാം, ചിലപ്പോൾ 1 വർഷമാവാം. അത് ഓരോ കമ്പനിക്ക് അനുസരിച്ച്, ഓരോ ഓർഗനൈസേഷൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ചിലപ്പോ ആദ്യത്തെ മാസങ്ങളിൽ വേണ്ടത്ര ഒരു പെർഫോമൻസ് ഇല്ലെങ്കിൽ കുറേ കൂടെ അവർക്ക് പ്രൊബേഷണറി പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും അല്ലെ. അപ്പൊ അത് നമ്മൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഒരു ഫോമാണ് കേട്ടോ. Probation extension form. That is the form that is requesting to extend the probationary period of an employee. Okay. അടുത്തത് എന്താണ്? ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ. ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്പ്രസിംഗ് ദ എംപ്ലോയി സർവീസ് പെർഫോമൻസ്. ഒരു എംപ്ലോയി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, അവർക്ക് എന്ത് കൊടുക്കണം? അവർക്കൊരു അവരെ അഭിനന്ദിച്ചുകൊണ്ടൊരു അല്ലെ, നമ്മളവരെ എന്ത് ചെയ്യണം? അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് എക്സ്പ്രസിംഗ്, എന്താണ്? എക്സ്പ്രസിംഗ് ദ എംപ്ലോയീസ് പെർഫോമൻസ് സർവീസസ്. അവരുടെ ആ സർവീസ് പെർഫോമൻസിനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ലെറ്റർ ആണ്. ദാറ്റ് ഇസ് കോൾഡ് ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ. ഓക്കെ, അടുത്തത് എന്താണ്? സാലറി ഇൻക്രിമെന്റ് ഫോം. Salary increment form എന്തായിരിക്കും? It is the form that is used for requesting the salary increase അല്ലെ. സാലറി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സാലറി ഇൻക്രീസിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ഫോമാണ് അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാലറി ഇൻക്രിമെന്റ് ഫോം അല്ലെ. ദാറ്റ് മീൻസ് എന്താണ്? The form that is used to എന്താണ്? സാലറി ഇൻക്രീസ് അല്ലെ. സാലറി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ഫോമാണ് സാലറി ഇൻക്രിമെന്റ് ഫോം എന്ന് പറയുന്നത്. then വരുന്നത് ലീവ് കാർഡ് ആണ് അല്ലെ. ലീവ് കാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ ഡോക്യുമെന്റ്, ഇറ്റ് ഈസ് ദ റെക്കോർഡ് ഓഫ് ട്രാക്കിംഗ് ദ ലീവ്സ് ഓഫ് എൻ എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ ലീവുകൾ അല്ലെ, അവർ ലീവ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലീവ് കാർഡ് അല്ലെ. ഇറ്റ് ഈസ് ദ റെക്കോർഡ് ഓഫ് ട്രാക്കിംഗ് ദ ലീവ്സ് ഓഫ് എൻ എംപ്ലോയി. ഓക്കെ, then ലീവ് റൂൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? ലീവ് റൂൾസ് എന്ന് പറയുമ്പോൾ the policies and procedures that governing the ലീവ് പ്രൊസീജിയർ. ഒരു എംപ്ലോയി ലീവ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പോളിസീസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിനെയാണ് നമ്മൾ ലീവ് റൂൾസ് എന്ന് പറയുന്നത് അല്ലെ. ദാറ്റ് മീൻസ് the rules and regulations that govern in the leave of an employee. ഒരു എംപ്ലോയിയുടെ ലീവുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കേട്ടോ, അതാണ് ലീവ് റൂൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ട്രെയിനിങ് റെക്കോർഡാണ്. ട്രെയിനിങ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ റെക്കോർഡ് ഓഫ് ദ എംപ്ലോയീസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ. നമ്മളൊരു എംപ്ലോയിയുടെ ട്രെയിനിങ്ങും ആ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡാണ് ട്രെയിനിങ് റെക്കോർഡ് എന്ന് പറയുന്നത് അല്ലെ. ഇറ്റ് ഇസ് ദ റെക്കോർഡ് ഓഫ് എംപ്ലോയീസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, അടുത്തത് എന്താണ്? കമ്പനി പാസ്പോർട്ട് അല്ലെ. കമ്പനി പാസ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് ദ, ശരിക്കും പറഞ്ഞ ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ് പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ അല്ലെ. ഇറ്റ് ഇസ് എൻ ഒഫീഷ്യൽ ഡോക്യുമെന്റ് ദാറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ ഓർഗനൈസേഷൻ ഫോർ ദ ഒഫീഷ്യൽ പർപ്പസസ് അല്ലെ. ഒരു ഓർഗനൈസേഷൻ അവരുടെ ഒഫീഷ്യൽ പർപ്പസസിന് വേണ്ടിയിട്ട് അവർ ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണ് എന്ത്? പാസ്പോർട്ട് അല്ലെ. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ ഓർഗനൈസേഷൻ ഫോർ ദ ഒഫീഷ്യൽ പർപ്പസ് അല്ലെ. ഒഫീഷ്യൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഇഷ്യൂ ചെയ്യുന്നതാണ് എന്ത്? കമ്പനി പാസ്പോർട്ട്. ഓക്കെ, അടുത്തത് എന്താണ്? ഓർഗനൈസേഷണൽ ചാർട്ട് ആണ് അല്ലെ. ഓർഗനൈസേഷണൽ ചാർട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് എൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഹൈറാർക്കി.
അല്ലെ? ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ, അതിന്റെ ഹൈറാർക്കിയെ സംബന്ധിച്ചുള്ള ഒരു വിഷ്വൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗനൈസേഷണൽ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ എന്തിനെ പറ്റിയാന്ന് മനസ്സിലായോ? ഓക്കെ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് നോ ഡ്യൂസ് ഫോംസ് ആണ് കേട്ടോ. നോ ഡ്യൂസ് ഫോംസ്, ഡ്യൂ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോം ദാറ്റ് ഈസ് യൂസ്ഡ് ടു സർട്ടിഫൈ ദാറ്റ് ദ എംപ്ലോയീസ് ഹാസ് നോ ഔട്ട്സ്റ്റാൻഡിംഗ് ഡ്യൂസ്. അതായത് എംപ്ലോയീസിന് പ്രത്യേകിച്ച് ഒരു ഡ്യൂസ് ഒന്നുമില്ല, അവരൊന്നും തന്നെ എന്താണ് പെൻഡിങ് വെച്ചിട്ടില്ല, ഔട്ട്സ്റ്റാൻഡിംഗ് ഡ്യൂസ് ഒന്നുമില്ല എന്ന് സർട്ടിഫൈ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഫോമാണത്. നോ ഡ്യൂസ് ഫോം എന്നാണ് പറയുക. പ്രത്യേകിച്ച് നമ്മളൊരു എംപ്ലോയി ഒരു ജോലിയൊക്കെ അവസാനിപ്പിച്ച് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം വിട്ടൊക്കെ പോകുന്ന സമയത്ത് അവരൊന്നും തന്നെ ഡ്യൂസ് ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോമാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഫോം ടു സർട്ടിഫൈ ദാറ്റ് ദ എംപ്ലോയി ഹാസ് നോ ഔട്ട്സ്റ്റാൻഡിംഗ് ഡ്യൂസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് അക്നോളജ്മെന്റ്. അക്നോളജ്മെന്റ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? ഇറ്റ് ഈസ് ദ, ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡോക്യുമെന്റ് ദാറ്റ് അക്നോളജിങ് ദ റെസിപ്റ്റ് ഓഫ് സംതിങ്. നമ്മൾ എന്തെങ്കിലും ഇപ്പൊ സ്വീകരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു അക്നോളജ്മെന്റ് ആണ് അല്ലെ? നമ്മൾ എന്തെങ്കിലും സാധനങ്ങളായിരിക്കാം, സേവനങ്ങളായിരിക്കാം അല്ലെ? അപ്പൊ അതൊക്കെ നമ്മൾ സ്വീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോമാണ് അക്നോളജ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് ദ ഡോക്യുമെന്റ് ദാറ്റ് അക്നോളജിങ് ദ റെസിപ്റ്റ് ഓഫ് സംതിങ്. അത് എന്തുമാവാം. ഓക്കെ, അടുത്തതാണ് എന്ത്? ഹാൻഡ് ഓവർ നോട്ട്. ഹാൻഡ് ഓവർ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് എന്താണ്? എക്സ്ചേഞ്ചിങ് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എൻ എംപ്ലോയി. നമ്മളിപ്പോ ഒരു എംപ്ലോയിനെ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലോട്ട് നമ്മൾ മാറ്റാണെന്ന് ഇരിക്കട്ടെ. അപ്പൊ ഇവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ പുതിയൊരാളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഹാൻഡ് ഓവർ. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹാൻഡ് ഓവർ നോട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഇസ് ദ ഡോക്യുമെന്റ് ആണ്. ഓക്കെ, ദാറ്റ് ഡോക്യുമെന്റ് ദാറ്റ് ഡീറ്റെയിലിംഗ് ദ എന്താണ്? എക്സ്ചേഞ്ചിങ് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടു ദ ന്യൂ എംപ്ലോയീസ് അല്ലെ? ഹാൻഡ് ഓവർ പ്രോസസ് ആണ്. നമ്മളൊരു ജോബ് ഡെസിഗ്നേഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിനെ, ഒരു എംപ്ലോയിനെ നമ്മൾ എന്ത് ചെയ്യാണ്? മാറ്റാണ്. വേറൊരു പൊസിഷനിലേക്ക് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പൊസിഷനിലേക്ക് മറ്റൊരാൾ വരും. അയാളിലേക്ക് ഇവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം? ഹാൻഡ് ഓവർ ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഹാൻഡ് ഓവർ നോട്ട് കേട്ടോ. പിന്നെ വരുന്നത് എന്താണ്? എക്സിറ്റ് ഇന്റർവ്യൂ ആണ്. എക്സിറ്റ് ഇന്റർവ്യൂ, എക്സിറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിൽ നിന്ന് വിട്ടുപോവാണ് അല്ലെ? ദാറ്റ് മീൻസ് എന്താണ്? gather the feedback forms അല്ലെ? gather the informations from the departing employees. ഡിപ്പാർട്ട് എംപ്ലോയീസ്, അതായത് നമ്മൾ ജോലി മതിയാക്കി ജോലി വിട്ടുപോകുന്ന എംപ്ലോയീസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്? അവരുടെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്നതിനെയാണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, കളക്ട് ഓർ ഗ്യാദർ ദ ഇൻഫർമേഷൻ ഫ്രം ദ ഡിപ്പാർട്ടിംഗ് എംപ്ലോയീസ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്? HR മാനുവലിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ വരുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയേഴ്സ് ആണ്. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ ഇവിടെ ഉപയോഗിക്കുന്നതാണ് ഇന്റർവ്യൂ സമയത്ത് അല്ലെ? പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അല്ലെ? ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇവാലുവേറ്റിംഗ് എ കാൻഡിഡേറ്റ്സ് പെർഫോമൻസ്. ഒരു കാൻഡിഡേറ്റിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസുകൾ അല്ലെ? അതിനെയൊക്കെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ ഒരു എംപ്ലോയിക്ക് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ വരുന്നത് മിസ്സലേനിയസ് ഫോംസ് ആണ്. മറ്റു ഫോംസ്, മിസ്സലേനിയസ് ഫോംസ് എന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും, ഇപ്പൊ ലീവ് ഫോംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റെന്തെങ്കിലും അക്നോളജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ എന്ത് വേണമെന്ന് നമ്മൾ ഈ പറയുന്നതിന് പുറത്തുള്ള മറ്റു പല ഫോമുകളും ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അതായത് ആ ഒരു ഓർഗനൈസേഷന്റെ ഈ പറയുന്ന അവരുടെ ഓരോ ഓർഗനൈസേഷനും അവരുടേതായ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലുകൾ തന്നെ എടുത്താലും ഓരോ ഹോസ്പിറ്റലുകൾക്കും അവരുടേതായ മിഷനും ഉണ്ടായിരിക്കും, അവരുടേതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കേട്ടോ. പൊതുവായിട്ട് വരുന്നതാണ്. അപ്പൊ നമ്മൾ ഏകദേശം മോസ്റ്റ് കോമൺലി ആയിട്ട് വരുന്ന ജനറൽ ആയിട്ട് വരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസുകൾ എന്തൊക്കെയാണ്? ഓക്കെ, പിന്നെ ലാസ്റ്റ് വരുന്നത് കൺക്ലൂഷൻ ആണ്. കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫൈനൽ നോട്ട് ദാറ്റ് സമ്മറൈസിംഗ് ദ കീ പോയിന്റ്സ് അല്ലെ? നമ്മൾ ആ HR മാനുവലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ കീ പോയിന്റ്സുകളും സമ്മറൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫൈനൽ നോട്ട് ആയിരിക്കും നമ്മൾ
കൺക്ലൂഷനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും ഐറ്റംസുകൾ നമ്മളൊരു HR മാനുവലിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ. എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞത് കേട്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മളൊരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊരു ഓർഗനൈസേഷനിലേക്ക് ഹയർ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട HR റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും വിശദമായിട്ട് നമ്മൾ ഏത് ഗൈഡിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഈ പറഞ്ഞ HR മാനുവൽ എന്ന് പറയുന്ന ഗൈഡിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ റെഫറൻസ് ഗൈഡ് അല്ലെ. HR റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഇതൊരു റെഫറൻസ് ഗൈഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ഇവിടെ വരെ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിയാൽ തുടക്കം തൊട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒരുപോലെ പോകണം അല്ലെ. അതുപോലെ എന്താണ് ഹ്യൂമൻ റിസോഴ്സസ്, എന്താണ് HR മാനുവൽ, HR മാനുവലിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ്, ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇതൊന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായില്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ? ഓക്കെ ആണ്. HA14 മനസ്സിലാവുന്നുണ്ടോ? HA14 ഡിപ്ലോമ ബാച്ചിലുണ്ടായിരുന്ന കുട്ടികൾക്ക് ഓക്കെ ആണോ? ആരുമില്ല? HA14 പഠിച്ച ആരുമില്ലേ? ഓക്കെ, അനിക്കിത അല്ലെ? ഓക്കെ, ശരി. ഓക്കെ, ശരണ്യ അല്ലേ? ഓക്കെ, ശരി. അപ്പോ ഇതാണ് HR മാനുവൽ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഒന്ന് ശ്രദ്ധിക്കാം. The policies in the form of stipulated rules and regulations, specific forms, protocols with respect to the human resources have been documented in the form of an authentic document that normally named as HR manual. HR manual എന്താണെന്നാണ് വീണ്ടും ഇവിടെ പറയുന്നത്. നമ്മളിപ്പോ ഇത്രയും ഐറ്റംസുകൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു HR മാനുവലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആധികാരികമായിട്ടുള്ള ഒരു രേഖയാണ് ശരിക്കും ഇതെന്ന് പറയുന്നത് HR മാനുവൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ HR മാനുവലിന് ഒരു വിശേഷണമുണ്ട്. എന്താണെന്നറിയോ? ബൈബിൾ ഓഫ് HR എന്നാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് സെന്റൻസ് ഒന്ന് ശ്രദ്ധിക്കാം. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ബൈബിൾ ഓഫ് HR. നമ്മളോട് ചോദിക്കാം, ഏതിനെയാണ് ബൈബിൾ ഓഫ് HR എന്ന് അറിയപ്പെടുന്നത്? എന്താണ് അത്? HR മാനുവൽ ആണ്. കാര്യം എന്താണ്? നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ കൃത്യമായിട്ട് വിശദമായിട്ട് ഈ ഒരു മാനുവലിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ബൈബിൾ ഓഫ് HR എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. Which is the base document that acts as a referral dictionary containing all the rules and regulations to be followed in the hospital in respect of the human resources. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഇതൊരു റെഫറൻസ് ഗൈഡ് ആയിട്ടാണ്, നമ്മളൊരു ഡിക്ഷണറി ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, HR റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു റെഫറൻസ് ഗൈഡ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. HR മാനുവലിനെയാണ് നമ്മൾ ബൈബിൾ ഓഫ് HR എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം കേട്ടോ. ഇവിടെ പറയുന്ന കുറെ കാര്യങ്ങളിൽ ഇവിടെ എഴുതി കൊടുത്തിരിക്കുന്നതെല്ലാം നമ്മൾ ഇവിടെ പറഞ്ഞ അതേ പോയിന്റുകളാണ് കേട്ടോ. അതേ കാര്യങ്ങൾ സെന്റൻസ് ആയിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്കിത് ആവശ്യമില്ല ശരിക്കും.
നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്ന എല്ലാ പോയിന്റുകളും നമ്മൾ ഇവിടെ പ്രത്യേകം നമ്പർ ചെയ്ത് പറയും. അതേ കാര്യം തന്നെയാണ് ഇവിടെ സെന്റൻസ് ആയിട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് അതൊന്ന് വേണമെങ്കിൽ വായിച്ചു വിടാം, അത്രയേ ഉള്ളൂ. ഇറ്റ് കണ്ടെയ്ൻസ് ആൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. നമ്മൾ പറഞ്ഞതാണ് എയിംസ് ഓഫ് HR, വിഷൻ ആൻഡ് മിഷൻ, ക്വാളിറ്റി പോളിസി, സർട്ടിഫിക്കേഷൻ, അഷുറൻസ്, ഇതൊക്കെ അതിനകത്ത് പറഞ്ഞതാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്, HR മാനുവലിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇനി നോക്കുക, ഇൻട്രൊഡക്ഷൻ റിഗാർഡിംഗ് ഹ്യൂമൻ റിസോഴ്സ് ഈസ് കൺസിഡേർഡ് ആസ് എ പേഴ്സണൽ മാനേജ്മെന്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അതായത് നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് നമുക്ക് പറയാം. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹ്യൂമൻ റിസോഴ്സസ് തന്നെയാണ്. നമ്മൾ ഹ്യൂമൻ റിസോഴ്സസിനെ മറ്റു പല ടേംസ് നമ്മൾ പറയില്ലേ, വർക്ക് ഫോഴ്സ് എന്ന് പറയും, പേഴ്സണൽ എന്ന് പറയും, അസോസിയേറ്റ്സ് എന്ന് പറയും, പീപ്പിൾ എന്ന് പറയും, അല്ലെ? അങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിൽ വിശേഷിപ്പിക്കാം. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന് തന്നെ പറയുന്നതാണ് എന്താണ്? പേഴ്സണൽ മാനേജ്മെന്റ്, പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം, അല്ലെ? ഓക്കെ. It involves the steps from pre-recruitment process to exit interview, like recruitment, positioning, induction, training, welfare and grievances of the staff members, having a diplomatic approach, ensuring welfare of the staff members without compromising the HR ethics and maintaining the equilibrium of the management policies and procedures in respect of the decorum and financial stability of the hospital. ഇതിനൊരു സെന്റൻസ് ആണ്. അവിടെ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഈ പറയുന്ന എന്താണ് ഒരു HR അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നിരവധിയായിട്ടുള്ള സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ഒരു പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് തൊട്ട് നമ്മളൊരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുൻപേ തന്നെ അതിന്റെ സ്റ്റെപ്പുകൾ തുടങ്ങുന്നുണ്ട്. അതായത് ഒരു പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് തൊട്ട് എക്സിറ്റ് ഇന്റർവ്യൂ വരെ. എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്, അല്ലെ? നമ്മൾ ആ ഒരു എംപ്ലോയി ജോലിക്ക് കയറി അവസാനം ആ ജോലി വിട്ടുപോകുന്നത് വരെയുള്ള എല്ലാ സ്റ്റെപ്സുകളും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്, അല്ലെ? അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും HR മാനേജ്മെന്റിനകത്ത് വരുന്നുണ്ട്, അല്ലെ? അത് മാത്രമല്ല, നോക്കിയേ, ഇവിടെ പറയുന്ന ലൈക്ക് റിക്രൂട്ട്മെന്റ്, പൊസിഷനിങ്, ഇൻഡക്ഷൻ, ട്രെയിനിങ്, വെൽഫെയർ ആൻഡ് ഗ്രീവൻസസ് ഓഫ് ദ സ്റ്റാഫ് മെമ്പേഴ്സ്. നമ്മളൊരു എംപ്ലോയിനെ പ്രീ റിക്രൂട്ട്മെന്റ് തൊട്ട് നമ്മൾ അവരെ തെരഞ്ഞെടുക്കുന്നു, നമ്മൾ അവരെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നു, നമ്മൾ അവരെ ഒരു ജോലിയിലേക്ക് നമ്മൾ പൊസിഷൻ ചെയ്യുന്നു, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുന്നു, അതുപോലെ തന്നെ അവർക്ക് എന്താണ് ഒരു വെൽഫെയർ, അല്ലെ, അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നത് തൊട്ട് ആ ഒരു എംപ്ലോയി വിട്ടുപോകുന്നത് വരെ, ആ ഒരു ഓർഗനൈസേഷൻ വിട്ടുപോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ അതോടൊപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ഒരു എക്വിലിബ്രിയം, അതായത് ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സിന്റെ എത്തിക്സുകളും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും, ഈ രണ്ട് കാര്യങ്ങളെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കണം, ഇതിന് രണ്ടിനെ ബാലൻസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഈ പറയുന്ന ആ ഒരു രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് അപ്രോച്ചിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചെയ്യേണ്ടത്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതിന് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല, എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതിനേതായ ചില HR എത്തിക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് എത്തിക്സുകളുണ്ട്. ആ എത്തിക്സുകൾക്ക് കോട്ടം വരാനും പാടില്ല. അതോടൊപ്പം നമ്മുടെ ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ അത് ബാധിക്കാൻ പാടില്ല. കാര്യം നമ്മളിപ്പോ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്തു, അവർക്ക് ജോലി കൊടുത്തു, പക്ഷെ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് ഉണ്ടായിരുന്നു. അതായത് ഇവർക്ക് നമുക്ക് എന്ത് കൊടുക്കണം? സാലറിയും കാര്യങ്ങളും കൊടുക്കണം. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും എന്നാൽ HR എത്തിക്സും അതിന് ഒരുപോലെ ഒരു എക്വിലിബ്രിയത്തിൽ, അതിന് രണ്ടിനും ഒരുപോലെ ബാലൻസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചെയ്യേണ്ടത്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. നോക്കാം, സ്റ്റാഫ് മെമ്പർ വിത്തൗട്ട് കോംപ്രമൈസിംഗ് HR ethics and maintaining the equilibrium of the management policies and procedures in respect of the decorum and financial stability of the hospital. എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ HR എത്തിക്സുകള് അതിന്റെ പോളിസീസ് ആൻഡ് പ്രൊസീജിയറുകൾക്ക് കോട്ടം തട്ടാത്ത രീതിയിലും അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് എന്താണ് ദോഷകരമായിട്ട് ബാധിക്കാത്ത രീതിയിലുമായിരിക്കണം. എന്നാൽ അതോടൊപ്പം നമ്മൾ ഹ്യൂമൻ റിസോഴ്സസിന്റെ വെൽഫെയറും നമ്മളവിടെ കൺസിഡർ ചെയ്യണം. ഇതെല്ലാം കൂടെ ഒരു എക്വിലിബ്രിയത്തിൽ, ഒരു ബാലൻസിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? HR, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നിർവഹിക്കേണ്ടത് കേട്ടോ. അത്രയുള്ള മനസ്സിലാക്കേണ്ട കാര്യം.
ഇനി it's a further process of HR audit and confirmation of HR requirements, including recruitment, interview, selection, placement, induction process, positioning, training and development evaluation and appraisal, staff welfare grievances, exit interview, on termination of resignation of the employee. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് HR മാനേജ്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതെല്ലാം വരുന്നുണ്ട്. അവര് ഹയർ ചെയ്യുന്നത് മാത്രമല്ല, അവർക്ക് ഇന്റർവ്യൂ, അവരെ സെലക്ട് ചെയ്യുന്നത്, അവർക്ക് പ്ലേസ്മെന്റ് കൊടുക്കുന്നത്, അവർക്ക് ഒരു ജോബ് ഡെസിഗ്നേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നു, അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്, അതുപോലെ അവരുടെ അപ്രൈസല്, അവരുടെ വെൽഫെയർ, അവരുടെ ഗ്രീവൻസസ്, അങ്ങനെ അവസാനം ആ ഒരു എംപ്ലോയി ആ ഒരു ഓർഗനൈസേഷൻ വിട്ടു പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ എന്താണ് വിശദമായിട്ടുള്ള രീതിയിൽ ആ രീതിയിലായിരിക്കണം നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നിർവഹിക്കുന്നത് കേട്ടോ. ഓക്കെ, എത്രയുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. കുറച്ച് അറിയാമല്ലോ, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലെങ്കിൽ ഇത് നല്ലപോലെ വായിക്കുക. വായിക്കുക, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോവുക കേട്ടോ. പണ്ടും പറയുന്ന കാര്യമാണ്, ഇപ്പോഴും പറയുന്നത് മാത്രം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. Thank you, ma'am.